വ്യൂവേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഷോട്ടിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് വീഡിയോകൾ എഡിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടുന്ന് ഇൻഷോട്ട് ആപ്പ് എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിയിൽ 445 വീഡിയോ നമ്മൾ ആ പഴയ വീഡിയോ ആണ് കേട്ടോ. ആദ്യം നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഗാലറിയിൽ നിന്നൊക്കെ ഡിലീറ്റ് ആക്കിയത് ഇൻഷോട്ട് ഇവിടെ സേവ് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ അത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. വീഡിയോ എന്നുള്ള ന്യൂ വീഡിയോ എടുക്കുന്നുണ്ട്. അതിന് ഇവിടെ ഫോട്ടോ വീഡിയോ ആൾന്ന് കാണും. അപ്പോൾ നമ്മൾ ഫോട്ടോ നമുക്ക് ആവശ്യമില്ല, വീഡിയോ മാത്രമാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ സെലക്ട് ചെയ്തിട്ട് നേരെ ഞാൻ ഈ ഒരു ടിക്ക് കൊടുക്കുന്നുണ്ട്. ടിക്ക് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷനാണ് യൂട്യൂബ് വീഡിയോ സൈസ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാമിക്ക് ഇടാനും ഒക്കെ വീഡിയോ കാണും കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. യൂട്യൂബ് എന്നുള്ളത് ഇതാ 16.19 അതാണ് യൂട്യൂബിൻ്റെ സൈസ്. അതിൽ കൊണ്ടുവന്നിട്ട് ടിക്ക് കൊടുക്കും. അപ്പോൾ സൈസൊക്കെ കറക്റ്റ് ചെയ്തു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ചെയ്യണത് അടുത്തത് സൈസ് കറക്റ്റ് ചെയ്താൽ അടുത്തത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ അങ്ങനെ നോക്കും. അപ്പോൾ ഈ കലപില കുട്ടികൾ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയണേ ഈ വീഡിയോക്ക് സംബന്ധിച്ചല്ല, ഇവിടെ വേറെ എന്തെങ്കിലും സംസാരിച്ചു എന്ന് വെക്കുകയാണെങ്കിൽ അടുത്തത് ഞാൻ എടുക്കുന്നത് ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവമാണ്. അത് എടുത്തിട്ട് ആ ഭാഗം മാത്രം അങ്ങനെ നീക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും. ലേശം നീക്കാണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറയണത് അതിങ്ങനെ ഞാൻ നീക്കി വെക്കാട്ടെ ചെയ്യുക. കുറച്ചങ്ങോട്ട് നീക്കി വെക്കും, അങ്ങനെ നീക്കി കൊടുക്കും. പിന്നെ അത്രക്കും എനിക്ക് വീഡിയോയിൽ ഒരു തരത്തിലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഞാനിങ്ങനെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അതിൻ്റെ അടുത്ത് തന്നെ കാണും. അത് ഡിലീറ്റ് ആക്കൽ, ആ വീഡിയോ തന്നെ അതിക്ക് ആവശ്യമില്ല എന്ന് കാണുമ്പോഴാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കൽ. അങ്ങനെ ആ ഒരു ഇതും ചെയ്യും. ഫസ്റ്റ് ഞാൻ ചെയ്യണത് ഈ ഒരു സംഭവങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ആണ്. കാരണം നമ്മൾ ഏതെങ്കിലും വീഡിയോ ഒക്കെ തല തിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഇതിപ്പോൾ ഞാൻ തല തിരിപ്പിച്ചതാണല്ലേ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ശരിയാക്കും. ഇവിടെ ഇങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് കാണും അതാ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടാവും ഇങ്ങനെ എങ്ങനെയെങ്കിലും കിടക്കുന്നത്. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളെ വീഡിയോയിൽ എന്താണ് ടെസ്റ്റ്, നമ്മളൊക്കെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാനലിൻ്റെ പേരൊക്കെ നമ്മളിങ്ങനെ എഴുതും. വീഡിയോൻ്റെ ലാസ്റ്റ് വരെ ഉണ്ടാവും ഒരു സൈഡിൽ ചാനലിൻ്റെ പേര്. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റാണ് എടുക്കൽ. ടെസ്റ്റ് എടുത്തിട്ട് അവിടെ നമ്മളെ ചാനലിൻ്റെ പേര് എഴുതും. മൈ വേൾഡ് എന്ന് ഞാൻ ഇപ്പോൾ അവിടെ എഴുതുന്നുണ്ട്. മൈ വേൾഡ് എന്ന് എഴുതിയിട്ട് ആ ടെസ്റ്റ് തന്നെ പല ഇതിക്കും നമുക്ക് ആക്കട്ടെ, പല അക്ഷരത്തുക്കും ആക്കിയിട്ടും. അതേപോലെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സംഭവമൊക്കെ അടിയിൽ കാണുന്ന ഇതേപോലെയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ആക്കുക. ഈ അടിയിൽ കാണുന്ന ഓപ്ഷൻസാണ് കേട്ടോ അത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ തിരിച്ചിട്ട് വലുതാക്കിയിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ വളഞ്ഞിട്ടാക്കണമെങ്കിൽ വളഞ്ഞിട്ട്, നിർത്തിയിട്ടാക്കണമെങ്കിൽ വട്ടത്തിലൊക്കെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും എഴുതല്ലോ, അങ്ങനെയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിലും പിന്നെ അങ്ങനെ കുറച്ച് അകലച്ചിട്ടും അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ ഇവിടെ എഴുതട്ടാം. പിന്നെ ഉള്ളത് ഇങ്ങനെ തുള്ളി കളിക്കണ ഐറ്റംസാണ്. ഇതാ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ നമുക്ക് ഇതാക്കാം. ഇവിടെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളെ ശബ്ദമൊക്കെ ഉണ്ടാവും, അതൊന്നും നിങ്ങൾ സീരിയസ് ആക്കണ്ട. അങ്ങനെയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതിന്ന് ആക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ വീഡിയോയിൽ പേരൊന്നും എഴുതി വെക്കലില്ല ചാനലിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതുന്നവർക്ക് അതും ചെയ്യാം. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ ടെസ്റ്റിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടിയൊക്കെ നമ്മളെ വീഡിയോയിലുണ്ട്, കുട്ടീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ട്രൗസർ വന്നിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കോപ്പിറൈറ്റ് കണ്ടന്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനെ ബ്ലർ ചെയ്യണം. അങ്ങനെയൊക്കെ എന്തെന്നുണ്ടെങ്കിൽ ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഈ ഒരു സംഭവം കാണും നിങ്ങൾക്ക്. അതെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് എത്ര വലുപ്പത്തിലാണോ ബ്ലർ ചെയ്യേണ്ടത് അങ്ങനെ വലിച്ചെടുത്ത് അങ്ങനെ വലുതാവൂട്ടാ. അതിനെ ബ്ലർ ചെയ്തിട്ട് ലാസ്റ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ബ്ലറായിട്ട് കിട്ടും. പിന്നെ ഇതാ അങ്ങനെ പിന്നെ കാണില്ല. ആ ബ്ലറായിട്ട് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കാം നമുക്ക്. അത് ബ്ലറായിട്ട് അങ്ങനെ പോയിക്കോളും. അപ്പോൾ അത് മനസ്സിലായിന്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ വീഡിയോയിൽ വല്ല ആൾക്കാർക്ക് ഇഷ്ടമല്ല ഓലെ മുഖം ഇതിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ആളെ മുഖം ഇനിയിപ്പോൾ ആളെ എത്രത്തോളം ഉണ്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ ആളെ ഏത് ഭാഗത്താണോ അങ്ങനെ നീക്കി വെച്ച് കൊടുത്താൽ അപ്പോൾ സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് അയാളെ കവർ ചെയ്യട്ടാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഈ സ്റ്റിക്കർ എന്നുള്ളത്. ടെസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ടെസ്റ്റിൽ തന്നെയാണ് ബ്ലർ ചെയ്യാനുള്ളത്. അവിടെ തന്നെ സ്റ്റിക്കർ വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഞാൻ പറഞ്ഞു. ഈ സ്റ്റിക്കർ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റിക്കർ എടുക്കുക. ഇനി അതിൽ നമ്മളെന്തെങ്കിലും ഫോട്ടോ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ആദ്യം വെച്ച ഫോട്ടോസാണ് കേട്ടോ. വെക്കണം എന്നുണ്ടെങ്കിൽ പ്ലസ്സുമ്മ തൊടുക, നേരെ ഗാലറിക്ക് പോകും. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ഒക്കെ അല്ല ഞാൻ ചെയ്യണത്. അപ്പോൾ അതിൽ വേറെ ഫ്ലവറിൻ്റെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എടുക്കുക, ഒരു ഫ്ലവർ എടുക്കുക, സെലക്ട് ചെയ്യുക, ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെക്കുക. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇനി ഈ ഫ്ലവർ നമുക്ക് നല്ല വെളിച്ചത്തിൽ കാണണ്ട, കുറച്ചൊക്കെ ഒന്ന് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇതാ.
പറ്റ ബ്ലറായിട്ടും കാണിക്കുക, നല്ല ഫോട്ടോ ആയിട്ടും കാണിക്കുക, കുറച്ച് കളർ മങ്ങിക്കാണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ എത്രത്തോളം വേണോ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കട്ടെ. വീഡിയോൻ്റെ ലാസ്റ്റ് വരെ വേണമെങ്കിൽ അതുപോലെ ചെയ്യുക. പിന്നെ അതേപോലെ വേറൊരു ഓപ്ഷനാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ ഫോട്ടോ എടുത്തല്ലോ, അതേപോലെ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ നമ്മളെ വീഡിയോൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കണം. അതിനുള്ളതാണ് ഈ PIP എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വീഡിയോ കിട്ടും. അതേപോലെ വീഡിയോ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാം. ഇതാ ഇപ്പോൾ ഈ വീഡിയോൻ്റെ മുകളിൽ തന്നെ ഉണ്ടോ വേറെ വീഡിയോ കൊണ്ടുവന്ന് വെച്ചത്, അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഡിലീറ്റ് ആക്കി കളയണം, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതും അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തുള്ളി കളിക്കണ എഫക്റ്റും ഒക്കെ കിട്ടുട്ടതിലും പല എഫക്റ്റുകളും നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കെല്ലാം രസകരമായിട്ട് എഡിറ്റ് ചെയ്യണം, നമ്മളെ വീഡിയോ നല്ല ഉഷാറാക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് ഇതിലിട്ട്. നമുക്ക് പല തല കുത്തനെ വരുന്നതും ഇങ്ങനെ കുലുക്കി വരുന്നതും അങ്ങനെ പല സംഭവങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്യട്ടാം. നല്ല രസമുള്ള എഫക്റ്റുകൾ നമുക്കൊരു നെറ്റ് ഓൺ ചെയ്ത് കണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ലോക്കായിട്ടുള്ളതൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു ആഡ് കണ്ടതിന് ശേഷം ആഡ് കണ്ടുകഴിഞ്ഞാൽ അത് ഓൺ ആവൂട്ടാ. അങ്ങനെയൊക്കെ നല്ല രസമുള്ള ഇതിൽ പലതും ഉണ്ട്. അങ്ങനെ നമുക്ക് എടുക്കാം, നല്ല രസത്തിൽ എഡിറ്റ് ചെയ്യാൻ. ഞാൻ പൈക്കൊന്നും പോണില്ല, കളർ ചേഞ്ച് ആക്കാനും ഒക്കെ ഇതിലുണ്ട്, പല അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഓരോന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് എത്രത്തോളം സിമ്പിളാക്കാം അത്രത്തോളം സിമ്പിളാക്കിയിട്ടാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യലിട്ട്. അപ്പോൾ ഇതിലേക്കൊന്നും ഞാൻ പോവലില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യൽ സ്പീഡ് കുറക്കുക കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ അടിച്ചു വരുന്ന വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറേ നേരം വെച്ച് അടിച്ചു വരണ്ടല്ലോ, പെട്ടെന്ന് കേൾക്കണം. അതിനായിട്ട് ഞാൻ സ്പീഡ് ഇതവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വേണ്ടിയിട്ട് കൂട്ടുക കുറക്കുക അതാണ് പിന്നെ ഇതിൽ എടുക്കൽ. അപ്പോൾ കുറച്ചൊക്കെ ഓപ്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. പിന്നെ നേരെ പോവൽ വോയിസിൻ്റെ ദീക്കാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ നേരെ പോവൽ വോയിസ് കൊടുക്കാനാണ്. അപ്പോൾ വോയിസ് റെക്കോർഡ് കൊടുക്കണം, വോയിസ് ഓവർ കൊടുക്കാനാണ് പിന്നെ പോലെ. അപ്പോൾ മ്യൂസിക് എടുക്കുക, മ്യൂസിക് എന്ന് കാണും. ഇവിടെ നോക്കിയാൽ ഈ ഒരു ഓപ്ഷൻ കണ്ടാൽ ഇത് നമ്മളെ ഗാലറിയിലുള്ള വീഡിയോക്കാണ് പോകട്ടോ. ഗാലറിയിലുള്ള ഏതെങ്കിലും വീഡിയോൻ്റെ മ്യൂസിക് എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് യൂട്യൂബിൽ എങ്ങനെ ആയാലും എടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കണ്ടൻറ്റാണ് വേറെ വീഡിയോൻ്റെ മ്യൂസിക്. എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന വീഡിയോ അല്ലല്ലോ, അത് എടുക്കുന്ന വീഡിയോ ആണെങ്കിലും അത് പറ്റൂല. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ആ വീഡിയോൻ്റെ വോയിസ് നമുക്ക് എടുക്കട്ടെ. അപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ബാക്ക് അടിക്കുന്നുണ്ട്. പിന്നെ മൈ മ്യൂസിക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന മ്യൂസിക്കും കോപ്പിറൈറ്റ് ഇല്ലാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത മ്യൂസിക്കാണ്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അത് എങ്ങനെ എടുക്കണം എന്നൊക്കെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, അത് ഞാൻ അപ്പോൾ പറഞ്ഞുതരണ്ട്. അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കോപ്പിറൈറ്റ് ഇല്ലാത്തതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് വേറെ വാട്സപ്പിൽ വന്നതോ അങ്ങനെ വോയിസ് റെക്കോർഡുകളൊക്കെ വേറെ ഉണ്ടാവും. അപ്പോൾ അതിക്കൊന്നും പോണില്ല. ഇപ്പം നമുക്ക് ഒരു മ്യൂസിക് സംസാരമൊന്നുമില്ല, മ്യൂസിക് കുറച്ച് നേരം കൊടുക്കണം ചില ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് തന്നെ കൊടുക്കാനുള്ളതാണിത്. അപ്പോൾ അത് എടുക്കുക, യൂസ് ഇവിടെ കൊടുക്കുക. പിന്നെ ഈ മ്യൂസിക് പിന്നെ ഇത്ര തോനൊന്നും വേണ്ട, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ ഉണ്ട്, കട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ റെക്കോർഡ് കൊടുക്കാം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഇത്. അങ്ങനെ മ്യൂസിക് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് എഫക്റ്റ്. നമ്മൾക്ക് കുട്ടികൾ കരയണ എഫക്റ്റ്, ഫുഡ് കഴിക്കണേ, ട്രാവൽ ചെയ്യണേ, അങ്ങനെ പല എഫക്റ്റുകളുണ്ട്. ഹൊററായിട്ട് പേടിപ്പെടുത്തണ എഫക്റ്റൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എഫക്റ്റുകളൊക്കെ ഇവിടെ കൊടുക്കട്ടെ, അതാണ് ഇത്. അപ്പോൾ അതും നമുക്ക് ആവശ്യമില്ല. ഇനി നേരെ റെക്കോർഡ്. ഇവിടെയാണ് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കലേക്ക് മെയിനായിട്ട് ആവശ്യം. ഈ വീഡിയോക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കുക എന്നുള്ളതാണ്. റെക്കോർഡ് കൊടുക്കുക, നമുക്ക് റെക്കോർഡ് കൊടുക്കണമെങ്കിൽ ഇനി ഓഫ് ആക്കുക. എന്നിട്ട് ഇപ്പം ഇനി ഇവിടെ എഡിറ്റ് ചെയ്യണം, ഡിലീറ്റ് ആക്കണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, ഓളിയം കുറക്കണമെങ്കിൽ ഇനി റെക്കോർഡ് തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം കളയണം, അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള ഫുള്ള് സെറ്റിങ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ റെക്കോർഡൊക്കെ കൊടുത്തു. ഞാൻ എൻ്റെ വീഡിയോ ഫുള്ള് റെക്കോർഡൊക്കെ കൊടുത്ത് സെറ്റാക്കി. അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ചിലപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊക്കെ ആവശ്യമുണ്ടാവും, ചിലപ്പോൾ അവിടെ ഫുള്ള് കലപിലായിക്കാരം, അത് ഓഫാക്കുകയാണ് ഞാൻ അടുത്തത് ചെയ്യൽ. അപ്പോൾ വോളിയം എന്നുള്ള എടുത്ത് എന്നിട്ട് സകല വീഡിയോൻ്റെ വോളിയം അവിടെ കുറക്കും, എല്ലാം അത് കുറക്കും. ഇപ്പോൾ കണ്ട എല്ലാം ചുവപ്പ് കളറിൽ കുറക്കും. ചിലത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം പഴയ പോലെ തന്നെ ഇങ്ങനെ ഓണാക്കി വെക്കും. ബാക്കിയുള്ളതിനൊക്കെ ഞാൻ കുറച്ച് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ചെയ്യൽ ഞാൻ ലാസ്റ്റാണ് നോക്കൽ. ആ ലാസ്റ്റ് നോക്കണോണ്ട് തന്നെ ഞാൻ ചില വീഡിയോയിലൊക്കെ മറക്കലുണ്ട്, കുറക്കണോ കൊടുത്തിക്കണോ അല്ലെങ്കിൽ കുറച്ചിക്കണമെന്നൊക്കെ ഉള്ളത് കിട്ടുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് മറവിൻ്റെ അസുഖം ഉണ്ടായതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അത് വോളിയം കുറച്ചിക്കണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടാവൊക്കെ നോക്കുക. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് കുറക്കാനുള്ളതാണ് ഈ ഒരു സംഭവം വോളിയം എന്നുള്ളത്. അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ച് വന്നാൽ പിന്നെ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്ലസ്സുമ്മ നെക്കിയിട്ട് നേരെ ബാക്കിക്ക് പോകും. വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റൂട്ടെ, ബാക്കിക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോക്കൊക്കെ ഫസ്റ്റ് മൈ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ഇടലുണ്ടല്ലോ, ഒരു സംഭവം എഴുതി കാണിക്കലുണ്ടല്ലോ, അത് ഇടലാണ് പിന്നെ ചെയ്യൽ. അപ്പം ഞാൻ അത് കൊടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ അതും വന്നു ഇവിടെ. അങ്ങനെ മൊത്തത്തിൽ നമ്മളെ വീഡിയോ ഒക്കെ റെഡി ആയിക്കണം കേട്ടോ.
അങ്ങനെ അതൊക്കെ കൊടുന്ന് ഞാൻ റെഡിയാക്കി. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരെ വീഡിയോൻ്റെ അടിയിലും ഒരു ഏത് ആപ്പിലാണോ എഡിറ്റ് ചെയ്യണേ ആ ആപ്പിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ ഇൻഷോട്ട് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് അറിയാം, എൻ്റെ ഫോണിൽ എൻ്റെ ഈ ഒരു ആപ്പിൽ ഞാൻ ആ ആപ്പിൻ്റെ ഒരു സെറ്റിങ്സ് ഫുള്ള് ഓഫാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇൻഷോട്ട് എന്നുള്ള വരില്ല. അങ്ങനെ ഇനി പദവേ നെറ്റ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ആഡ് കാണേണ്ടി വരും ഇത് സേവ് ആക്കുമ്പോൾ. അപ്പോൾ നെറ്റ് ഓഫ് ഇട്ടിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കൽ. കാരണം നെറ്റ് ഓൺ ആക്കി ഇട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സേവ് കൊടുക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആഡ് വരും, ആഡ് കാണേണ്ടി വരും നമ്മൾ. അപ്പോൾ എനിക്ക് ഇനി ഇൻഷോട്ട് നിന്ന് എഴുതി കാണിക്കുന്നവർ എന്താ ചെയ്യണമെന്ന് അറിയോ, ആ ഇൻഷോട്ട് നിന്ന് എഴുതി കാണിക്കണേമ്പോൾ ഒന്ന് നെക്കി പിടിച്ചാൽ അതിൽ ഒരു ഇൻറ്റു കാണും, ചെറിയൊരു ഇതിലൊരു ഇൻറ്റു കാണുന്നുണ്ടാവും. അത് നെക്കി പിടിച്ചിട്ട് ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ, ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആ ഇൻഷോട്ട് എന്നുള്ളതാണ്ട് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നേരെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ നെറ്റ് ഓൺ ആക്കി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് നെറ്റ് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ഒരു ആഡ് വരും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ വരലില്ല. അപ്പോൾ അത് നമ്മൾ ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഇത് സേവ് ആവും. അപ്പോൾ സേവ് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഗാലറിക്ക് ഈ വീഡിയോ വരും കേട്ടോ. ഇവിടെ 100 സേവ് ആയാൽ അങ്ങനെ തന്നെയല്ല എല്ലാവർക്കും വരല്. അപ്പോൾ അങ്ങനെ വരും. ഇനി നമുക്കിത് സേവ് ആയതിന് ശേഷം ഞാൻ ഗാലറിയിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇൻഷോട്ട് വീഡിയോ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇനി ആരും എഡിറ്റിംഗ് അറിയില്ല എന്ന് പറയരുത്. കാരണം എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് മുതൽ ഇതുവരെ, ഇപ്പോൾ ഈ നോമ്പ് വന്നാൽ എൻ്റെ യൂട്യൂബ്, റമളാൻ വന്നാൽ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. അപ്പോൾ അന്ന് തൊട്ടിട്ടേ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ എങ്ങനെ ഇതിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യൽ. ഇനി യൂട്യൂബിൽ തമ്പനയിൽ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്, തമ്പനയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വേണമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അതന്നെ അടുത്തത് ചെയ്യാം. അപ്പോൾ അടുത്തത് അത് വേണ്ടവർക്കുള്ളത് അതും വേണമെന്നുണ്ടെങ്കിൽ പറയട്ടെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ ഒരു ഉസാറല്ലേ അത് ചെയ്യാൻ. ബസ് വന്നിട്ട് സ്കൂൾ കുട്ടികൾ, അതാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ. അതിന് നമുക്ക് നേരെ ഇനി ഗാലറി പോയി നോക്കാം. അപ്പോൾ അത് ഇവിടെ സംഭവം ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതാ ന്യൂ വീഡിയോ വന്നില്ലേ ഇവിടെ. ഇതാ ഇപ്പം ഞാൻ സേവ് ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ വെച്ച് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബായ്.